പട്ടിണിക്കും ചാകരക്കും ചക്രവാളത്തിനും വേണ്ടി പാട്ടൊരുക്കിയ അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശ പോരാട്ടങ്ങളിൽ അക്ഷരബീജം പകർന്ന ശബ്ദമില്ലാതായി പോയവരുടെ ഒച്ചയായി മാറിയ പ്രിയപ്പെട്ട വേടൻ നമ്മോട് സംസാരിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വേദിയിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്കറിയാം. ഒരു ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ്. എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്, മോനെ എവിടെ ഉണ്ട് നീ? ഇന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ലൈബ്രറിയുടെ ഭാഗമായി ഒരു പരിപാടി നീ വായുമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്കിതിന് മുന്നേ ഒരു ഡേറ്റ് ഉണ്ടാകുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞ അന്നത്തെ ദിവസം നമുക്ക് പ്ലാൻ വെക്കാം, അത് നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മള് എല്ലാവരുടെയും പറഞ്ഞ നമ്മൾ രണ്ടാമത് മാറ്റി വെച്ചു. കാരണം ഭയങ്കര മഴയാണ്. ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ്. ഇന്ന് മഴയില്ല, ചെറിയ പൂക്കുകയില്ലാതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയില് കുറച്ച് അവാർഡുകൾ കിട്ടുന്ന ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു 1 ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനത്തിൽ തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രധാനപ്പെട്ട ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് കൊണ്ട് പൊളിക്കാനുള്ള ഞാൻ പൊളിച്ചോടെയായിരുന്നു. ഇവിടെ ഇത്ര വലിയ രീതിയില് ഇന്ന് പ്രിയദർശിനി ഭാഗമായിട്ട് അതിന്റെ പുസ്തക പ്രകാശത്തിന്റെയും ലൈബ്രറിയുടെ ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളോട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പിറന്നാളുടെയാണ്. ഞാനിന്ന് കാലത്താണ് എന്റെ അടുത്തൊരു മറച്ചു വെച്ചു ഭയങ്കര ദ്രോഹമായി പോയത്. ഇന്ന് കേട്ടില്ല, ഇല്ല അധികം വയസ്സായില്ല, 10-25 വയസ്സായിട്ടുള്ള പഴക്കം. എല്ലാവർക്കും അറിയാൻ പ്രധാനപ്പെട്ട ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കടൽ തീരത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വീടുകളിലും പ്രധാനപ്പെട്ട എത്താറുണ്ട്. എല്ലാവർക്കും അറിയുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരെയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സൗന്ദര്യത്തിന്റെ മൂല്യം അറിയാവുന്ന വലിയ ഒരു വായനക്കാരനായിട്ടാണ് ഞാൻ പ്രതാപനെ കണ്ടിട്ടുള്ളത്. അപ്പൊ പ്രതാപന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇത്രയും നമ്മുടെ സന്തോഷമുള്ള രീതിയിൽ എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇത്രയും ജനങ്ങൾ ഇതിൽ വന്നതിലും ഇത്രയും വിലപ്പെട്ട സമയം ചെലവാക്കിയിട്ട് നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ എന്താ പ്രിയദർശിനി ലൈബ്രറി ഭാവിയിൽ ഇതിന് വലിയ പ്രധാനപ്പെട്ട വാക്ക് തന്നിരിക്കുന്നു. അടുത്ത മാസത്തിൽ ഇതിൽ 10,000 പുസ്തകം മാത്രം ശേഖരണം ഒരു വലിയ പുസ്തകശാലയായി മാറുന്നത്. എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ അധികം നിർത്തുന്നില്ല. നന്ദി.